നമസ്കാരം. PSC സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. 2022 10th ലെവൽ പ്രിലിമിനറിയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുള്ള കാര്യം നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മാർച്ച് 11 കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് PSC തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് 2022 10th ലെവൽ പ്രിലിമിനറി ബന്ധപ്പെട്ട് ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം, എത്ര കാലമെടുക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം എത്ര വേക്കൻസിക്ക് വേണ്ടിയാണ് 2022 ഈ ഒരു എക്സാം നടക്കുന്നതെന്നും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആദ്യം എത്ര കാലം എന്ന് നോക്കുമ്പോൾ നമ്മുടെ മുൻ പ്രിലിമിനറി ഒന്ന് നോക്കുകയാണെങ്കിൽ 2020 നോട്ടിഫിക്കേഷനൊക്കെ വന്ന് 2021 എക്സാമുകൾ നടന്ന ആദ്യത്തെ പ്രിലിമിനറി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷവും 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മെയിൻ ലിസ്റ്റ് വരും, റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് PSC ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നതെങ്കിലും ചിലപ്പോൾ 1-2 മാസം നീണ്ടേക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വർഷവും 3-4 മാസവും. പക്ഷെ ആ ഒരു ഡിലേ ഈ വരുന്ന 2022 10th പ്രിലിമിനറിയിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു വർഷം കൊണ്ട് നമുക്കിതിൻ്റെ നിയമനം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര നിയമനത്തിന് വേണ്ടിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു കാറ്റഗറികൾ തസ്തികകളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബിവറേജ് LD, പിന്നെ അതുപോലെ തന്നെ അറ്റൻഡർ, പിയൂണ്, പ്രിസൺ ഓഫീസർ, അങ്ങനെ കുറച്ചധികം ഒട്ടനവധി നിയമനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മുൻവർഷത്തെ നിയമനത്തിൻ്റെ കണക്ക് ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 8000-ന് മുകളിലുള്ള ഒരു നിയമനത്തിന് വേണ്ടിയാണ് ഈ 2022 10th ലെവൽ പ്രിലിമിനറി നടക്കുന്നത്. കൃത്യമായി ഒരു ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10,000-നകത്തെ വേക്കൻസികളാണ് ഈ ഒരു എക്സാമിലൂടെ നിവർത്താനായിട്ട് PSC നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രിലിമിനറിയുടെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 11. മാർച്ച് 11 അർദ്ധരാത്രി വരെ അതിന് സമയമുണ്ട്. ഈ അവസരത്തിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ഓൺലൈനായിട്ട് നടക്കുന്ന പ്രോസസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഓൺലൈൻ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും തിരുത്താനുള്ള ഓപ്ഷൻ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഓൺലൈനായിട്ടുള്ള പ്രോസസ്സാണ്, മാനുവലായിട്ട് ഉള്ളതല്ല, നമുക്കൊന്നും ചെയ്യാനാകില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ, രണ്ടാമത്തത് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യുമ്പോൾ, രണ്ടും മാറിപ്പോകാതിരിക്കാൻ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് മനസ്സിരുത്തി ധൃതിയില്ലാതെ വളരെ പതുക്കെ ചെയ്താൽ മതിയാവും. അപ്പം ഈ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഓരോ മാസത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം നടന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നു. അതേ തുടർന്ന് ഞാൻ വിചാരിക്കുന്നത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എക്സാമിൻ്റെ ഡേറ്റും PSC പബ്ലിഷ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ തുടർന്ന് മെയ്യിൽ അല്ലെങ്കിൽ ജൂണിൽ എക്സാം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് മുൻ വർഷത്തെ പോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3-4 മാസത്തിൽ പ്രിലിമിനറിയുടെ റിസൾട്ട് വരും. അതേ തുടർന്ന് വീണ്ടും ഒരു 3-4 മാസത്തിൽ മെയിൻ എക്സാം നടത്തും. അതും കഴിഞ്ഞ് ഒരു 5 മാസം ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, ഒരു 5 മാസത്തിനകത്ത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും, നിയമനം നടന്നു തുടങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയില്ല, എന്തായാലും നമുക്കതിൻ്റെ റിസൾട്ടുകളിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കും കാത്തിരിക്കാം. നാലാമത്തെ കാര്യം, നമുക്കിത് പഠിക്കേണ്ട സിലബസിനെ കുറിച്ചാണ്. 2021 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയുള്ള സിലബസ് PSC തന്നിരുന്നു. 2022 ഇതിനുവേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു സിലബസിനെ കുറിച്ച് PSC ഇതേവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് മുൻ വർഷത്തെ നടത്തിയ ആ പ്രിലിമിനറിയുടെ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതിയാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സിലബസ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ബ്രൗസർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ PDF ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ ആ കാര്യം അങ്ങനെ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നമുക്ക് പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ 2021 പ്രിലിമിനറി കഴിഞ്ഞ് റിസൾട്ട് റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ പോവുകയാണ്, LDCയുടെയും LGSൻ്റെയും ഒക്കെ. അപ്പോൾ അതേ തുടർന്ന് ഒരുപാട് തസ്തികളുണ്ട്. അതേ തുടർന്ന് വലിയൊരു വിഭാഗം നമ്മുടെ കാൻഡിഡേറ്റ്സും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ അടുത്ത് 2022 10th പ്രിലിമിനറി നോക്കുമ്പോൾ ഈ പഠിക്കേണ്ട കോമ്പറ്റീഷൻ്റെ ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വരും എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഈ PSC പഠനത്തിൽ മുൻനിരയിലുള്ള ഒരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2022 10th ലെവൽ പ്രിലിമിനറിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.